അലക്സാമു ചേരുന്നു. അലക്സ, കാട്ടാക്കടയിലും ആദ്യഘട്ടത്തിൽ വാഹനങ്ങൾ ഓടിയിരുന്നതാണ് അല്ല ആ മേഖലയിൽ. അത് കഴിയുമ്പോഴേക്കും സമരത്തിന്റെ രീതി മാറി അല്ലേ? ഹാഷ്മി, തീർച്ചയായും. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിതിൻ രാജിന് നീതി ലഭ്യമാക്കണം, അതുപോലെ ഈ പ്രതികൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് 52ഓളം ദളിത് സംഘടനകൾ ചേർന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം നമുക്കറിയാം. സ്വാഭാവികമായി ആളുകൾ വിചാരിച്ച പുറത്തേക്ക് ഇറങ്ങാം, മറ്റു കാര്യങ്ങൾ ദൈനംദിന പ്രവൃത്തി നടക്കുന്ന പോലെ വണ്ണം തന്നെ നടക്കാം എന്നുള്ളതൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും വാഹനങ്ങൾ തടയുന്നുണ്ട്, തുറന്ന കടകൾ അടപ്പിക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നുണ്ട്. ഹർത്താൽ അനുകൂലികൾ സജീവമായി തന്നെ രംഗത്തുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തിന്റെ റൂറൽ മേഖലയാണ് കാട്ടാക്കട പട്ടണം. ഞാൻ നിൽക്കുന്ന കാട്ടാക്കട പട്ടണത്താണ്. സ്വകാര്യ വാഹനങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുന്നുണ്ട്. ഹർത്താൽ ഭാഗികമാണ് കാട്ടാക്കടയെ സംബന്ധിച്ച്. രാവിലെ കടകൾ തുറന്നിരുന്നു. തുറന്ന കടകൾ അടപ്പിക്കുന്നതിന് ഹർത്താൽ അനുകൂലികളുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായിരുന്നു. തൊട്ട് മുമ്പ് നമ്മൾ നൽകിയ ലൈവ് കാട്ടാക്കടയിലെ ബിവറേജസ് കോർപ്പറേഷന് മുമ്പിൽ നിന്നാണ്. ഈ കാട്ടാക്കടയിലെ പോലീസ് മുഴുവൻ ബിവറേജസ് കോർപ്പറേഷൻ തുറന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ് അവിടെ നിന്ന് കണ്ടത്. ഒരു സംഘം പോലീസിന്റെ വിന്യാസമായിരുന്നു ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിലുള്ളത്. ആളുകൾ യഥേഷ്ടം അവിടെ വന്നു പോകുന്നതും കണ്ടിരുന്നു. കാട്ടാക്കടയെ സംബന്ധിച്ച് രാവിലെ ഈ KSRTC കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. KSRTC ബസ്സുകൾ ഭാഗികമായി സർവീസ് നടത്തുന്നുണ്ട്. ചില ബസ്സുകൾ തടയുന്നതൊക്കെ രാവിലെ കണ്ടിരുന്നു, കട അടപ്പിക്കുന്നതും കണ്ടിരുന്നു. രാവിലെ ഒരു 10 മണി 11 മണി വരെയൊക്കെ ഇത് അംഗീകരിക്കാം എന്നാണ് വ്യാപാരി വ്യവസായികൾ പറയുന്നത്. ഏതാണ്ട് 1200ഓളം വ്യാപാരികൾ കാട്ടാക്കടയിൽ മാത്രമുണ്ട്. ആ വ്യാപാരികളുടെ തൊഴിലും ജീവിതവും ഒക്കെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കാട്ടാക്കടയിലെ വ്യാപാരികളുടെ പ്രതിനിധികൾ നമ്മളോട് ചേരുന്നുണ്ട്. നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കുകയാണോ? നിർബന്ധപൂർവ്വം അവർ കടകൾ അടപ്പിച്ചു രാവിലെ. അപ്പോൾ രാവിലെ തുറന്ന കടകളെല്ലാം നിർബന്ധപൂർവ്വം അടപ്പിച്ചു. അപ്പം നമ്മളൊരു തീരുമാനം എടുത്ത് ഇങ്ങനെ ഒരു സംഭവം വന്ന സ്ഥിതിക്ക് 10 മണി വരെ അടച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. 10 മണി വരെ നമ്മൾ അടച്ചു കൊടുത്തു. ഇനി ഞങ്ങളുടെ ജീവിത പ്രശ്നം 10 മണിക്ക് ശേഷം ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ഓരോ കടകളിലും 10ഉം 16ഉം 12ഉം 8ഉം 6ഉം ഒക്കെ തൊഴിലാളികൾ കിടക്കുകയാണ്. അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ ആരും സഹായിക്കില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം നമുക്ക് വ്യാപാരികൾക്കില്ല. നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്ന പൈസ കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നത്. നമ്മൾ അവരാരെയും ഉപദ്രവിക്കുന്നില്ല. വ്യാപാരികൾ എന്തെങ്കിലും ഉപദ്രവം ചെയ്താൽ അവരെന്തോണോ ചെയ്തോട്ട് നമുക്ക് പരാതിയില്ല. ഒരു ഉപദ്രവം ചെയ്യാത്ത വ്യാപാരികളെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. അവരവരുടെ ജീവിത പ്രശ്നങ്ങൾ നോക്കുന്ന പോലെ നമ്മൾ നമ്മളെ ജീവിത പ്രശ്നങ്ങൾ നോക്കുന്നു. അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് പ്രതിഷേധിക്കുക, ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളായിട്ട് പ്രതിഷേധിക്കുക, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടുമായിട്ട് അവരുടെ വാഹനങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പ്രതിഷേധിക്കണം. ഞങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ കയറി ഉപദ്രവിക്കുന്നത് ശരിയല്ല. ജീവിതമാർഗമാണ്, പ്രതിഷേധം അംഗീകരിക്കുന്നു, പക്ഷേ സ്തംഭനം അനുവദിക്കില്ല. ഒരു കാരണവശാലും സ്തംഭനം അനുവദിക്കില്ല. ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ. എല്ലാ വാഹനങ്ങളോടെ ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ മാത്രം അടച്ചു കൊടുക്കണമെന്ന് ഒരിക്കലും തീരുമാനമല്ല. ഞങ്ങളൊരു സംഘടന തീരുമാനിച്ചു. നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ടു, DSP വിളിച്ച് കാര്യം പറഞ്ഞു. പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ തുറന്നോളൂ, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അത് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. കടകൾ തുറക്കാൻ പോവുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളെല്ലാം യഥേഷ്ടം സഞ്ചരിക്കുന്നുണ്ട്. മറ്റുള്ള സമരങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ആ തരത്തിൽ വരുമ്പോഴത്തേക്ക് വ്യാപാരികൾ മാത്രം അങ്ങനെ അടച്ചിടാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് വ്യാപാരികളുടെ എല്ലാ ആവശ്യപ്രകാരം കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹാഷ്മി, കൊടും ചൂടാണ്. അതായത് അവർ പറയുന്നത് അവർക്ക് ജീവിക്കണം, അതായത് പ്രതിഷേധം അംഗീകരിക്കുന്നു, അതിനെല്ലാം അവർ കൂടെ ഉണ്ട് താനും. 10 മണി 11 മണി വരെ അവർ കടകൾ അടച്ചിട്ടു. പക്ഷേ ഒരു സ്തംഭന അവസ്ഥയിലേക്ക് നീങ്ങാൻ, തങ്ങളുടെ ജീവിതമാർഗം നിലപ്പിച്ചുകൊണ്ട് ഒരു സ്തംഭന അവസ്ഥയിലേക്ക് നീങ്ങുന്നത് തലത്തിലേക്ക് ഇത് പോകുന്നത് അവർ അംഗീകരിക്കില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. വാഹനങ്ങൾ യഥേഷ്ടം ഓടുന്നുണ്ട്. അതിനാൽ കടകൾ തുറക്കാൻ അനുവദിക്കണം. അവർ കടകൾ തുറക്കാൻ പോവുകയാണ് ഇനിയെന്നാണ് കാട്ടാക്കടയിലെ വ്യാപാരികൾ പറയുന്നത്. ഹാഷ്മി. ഓക്കെ, അലക്സ മുഹമ്മദാണ് കാട്ടാക്കടയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഉറപ്പായും ഹർത്താൽ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ തീർത്തും ന്യായമാണ്. കാര്യം നമുക്കറിയാം അന്വേഷണം ഏത് വഴിക്ക് പോകുന്നു എന്നുള്ളതും അന്വേഷണം ഏത് വഴിക്ക് സ്തംഭിച്ച് നിൽക്കുന്നു എന്നുള്ളതും റാം എന്ന് പറയുന്ന അധ്യാപകൻ എവിടെയാണെന്നുള്ള കാര്യവും കാര്യങ്ങൾ കേരളത്തിന് അറിയാവുന്ന കാര്യമാണ്. സോ അവരുന്നയിക്കുന്ന ആവശ്യം ന്യായമാണ്. പക്ഷേ ആവശ്യം ഈ പറയുന്ന ദളിത് സംഘടനകൾ മാത്രമല്ല കേരളത്തിൽ ഹർത്താൽ നടത്തിയിട്ടുള്ളത്. ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനപ്പുറമോ കടുത്ത രീതിയിൽ ഹർത്താൽ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ പുതിയ കാലത്ത് ഇത് കേരളത്തിൽ മാത്രം കാഴ്ചയാണ് ഇത്തരത്തിൽ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന ഹർത്താൽ. പുതിയ കാലത്ത് എന്ത് ന്യായമായ ആവശ്യമാണെങ്കിൽ കൂടിയും ജനത്തെ ബന്ധിയാക്കുന്ന ഹർത്താൽ അത് ഈ കാലത്തിന് ചേർന്ന സമരമാർഗമാണോ എന്ന് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.